അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് ഒരു തുണ്ടൻ ചക്ക കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കിയതാണ്. പിന്നെ ഇന്ന് ഒരു ആഗ്രഹം ചക്ക പുട്ടുണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചെറുതാക്കി പീസായിട്ട് അരിയാട്ട ചോളൊക്കെ പൊറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ചെറുതൊന്നും വേണ്ട, മീഡിയം സൈസ് കുറഞ്ഞ് ഇതാക്കിയിട്ട് ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. നമുക്ക് നല്ല വരിക്കച്ചക്ക തന്നെ വേണം, പഴച്ചക്ക ഒന്നും പറ്റൂല കേട്ടോ. അപ്പോൾ അതിന് നമുക്കൊരു ഗ്ലാസ് പൊടി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ മില്ലിൽ അരി ഉണക്കി പൊടിച്ച പൊടിയാട്ടോ. ഇത് വറുത്ത പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് സാധാ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മേടിക്കണ പുട്ടുപൊടിയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ അടുത്തുള്ള പൊടി എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പൊടിയൊക്കെ മേടിച്ചുകൊണ്ടിരാനും ടൈമില്ല, ആരും ഇല്ല. അപ്പോൾ പിന്നെ ചക്ക പിന്നെ പൊടി കിട്ടുമ്പോൾ ചിലപ്പോൾ ചക്ക കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അത് പൊടിയൊക്കെ ഉപ്പ് വെള്ളം കൊണ്ട് നനച്ചിട്ട് അതിലേക്ക് ചക്കച്ചോളയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് തേങ്ങ നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കുഴച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ഒരു കുഞ്ഞു ചാനലാണ്, അതൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട് ഞാൻ. അപ്പോൾ അത് പുഴുങ്ങാൻ ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പച്ചെമ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇഡ്ഡലി ചെമ്പില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നത്, ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരും നമ്മൾ ചിരട്ടയിൽ ഉണ്ടാക്കുമ്പോൾ, നല്ലൊരു ഇതാട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. ചിരട്ട 2 കണ്ണുള്ള ചിരട്ട, ഓട്ടമുള്ള ചിരട്ട ഉണ്ടല്ലോ, അത് നോക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അടിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ് ഉണ്ടല്ലോ അത് നിറച്ച് കൊടുക്കാം. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കാട്ടി കൊടുത്താൽ നല്ല ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്ക് കറിയൊന്നും ഇല്ലാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ, ഞങ്ങൾ മധുരം ഇട്ടിട്ടില്ല, ചെറിയ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഇതേപോലെ ചിരട്ടപ്പുട്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഏത് കുട്ടികളും കഴിക്കും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടത്. അപ്പോൾ രാവിലെ ഒരു പണി എളുപ്പമായി. അപ്പോൾ പുട്ടിൽക്കാണെങ്കിൽ കറിയൊന്നുമില്ല. അപ്പോൾ നോക്കുമ്പോൾ ഈ ചക്കയും കിട്ടി നോക്കുമ്പോൾ ഇങ്ങനെ അത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതാകുമ്പോൾ വെറുതെ കഴിക്കാം നമുക്ക്. നല്ല ടേസ്റ്റാണ്, ചെയ്ത് നോക്കുന്നുണ്ടോ എല്ലാവരും. അപ്പോൾ അതൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവി കയറ്റാൻ വെക്കാം. അപ്പോൾ കുറച്ച് അധിക സമയം ആവി കയറ്റാൻ വെക്കണം കേട്ടോ. നമ്മൾ ഈ ചിരട്ടയൊക്കെ ഒന്ന് ആവി കയറി കിട്ടണ്ട, അപ്പോൾ അതിനുള്ള സമയം എടുക്കും. അപ്പോൾ കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വേണം. ആ സമയം കൊണ്ട് അപ്പുറത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഇത് ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായയും കുടിക്കാമല്ലോ എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അതൊന്ന് നല്ലോണം അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞു. നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട ആവി വരുന്നുണ്ടല്ലേ, നല്ല സൂപ്പറായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, എടുക്കാൻ കിട്ടണില്ല. ചിരട്ടല്ലേ കൈ കൊണ്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ പറ്റണില്ല കേട്ടോ. അവസാനം തുണി കൊണ്ട് തന്നെ എടുക്കാൻ വിചാരിച്ചു, ചൂടുള്ളതുകൊണ്ടേ തൊടാൻ പറ്റണില്ല. അപ്പോൾ അതാ നമ്മളെ പുട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ട സൂപ്പറായില്ലേ. ഇതേപോലെ തന്നെ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചക്കക്കാലം കഴിയുമ്പോൾക്ക്. പുട്ട് റെഡിയായി, ചായ കുടിക്കാൻ റെഡി ആയിട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.